നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കേരളത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ നീക്കത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ പാരമ്പര്യ അറിവുകളുണ്ടല്ലോ, അതോടൊപ്പം തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളും. ഇവ രണ്ടും ഒരുമിച്ച് എങ്ങനെ സംരക്ഷിക്കാം, പ്രോത്സാഹിപ്പിക്കാം? ഇതിനായി കേരളം ഒരു പുതിയ നയത്തിന്റെ കരട് രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അതെ, ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഒരു വശത്ത് നമ്മുടെ മുത്തശ്ശിമാരിൽ നിന്നും തലമുറകളായി കൈമാറി വന്ന അറിവുകൾ, മറുവശത്ത് ലോകത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള പുതിയ ഇന്നൊവേഷനുകൾ. ഇത് രണ്ടും ഒരുമിച്ചെങ്ങനെ കൊണ്ടുപോകും? ഇതൊരു ബാലൻസിംഗ് ആക്ട് പോലെയാണ്. കേരളം ശ്രമിക്കുന്നത് ഈയൊരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കാനാണ്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണിപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു പുതിയ നയം? കാരണം ഇതിനു മുൻപത്തെ നയം വന്നത് 2008-ലാണ്. ഒന്നോർത്തു നോക്കൂ, 2008-ലെ ലോകവും ഇന്നത്തെ ലോകവും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ നിയമങ്ങളും മാറണമല്ലോ. ആ പഴയ 2008-ലെ നയത്തിന്റെ പ്രധാന ഫോക്കസ് പാരമ്പര്യ അറിവുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കുക എന്നതായിരുന്നു. അതന്ന് ആവശ്യമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല സാഹചര്യം. നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പുകളുണ്ട്, ആഗോളതലത്തിലെ മത്സരമുണ്ട്. അപ്പം എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്ന, സംയോജിതമായി പ്രവർത്തിക്കുന്ന ഒരു പുതിയ സിസ്റ്റം തന്നെ വേണം. ആ മാറ്റമാണ് ഈ പുതിയ നയം ലക്ഷ്യമിടുന്നത്. ഈയൊരു പഴയതും പുതിയതും തമ്മിലുള്ള വിടവ് നികത്താനുള്ളൊരു പാലം, അതാണ് 2025-ലെ ഈ കരട് നയം. ഇതൊരു ചെറിയ അപ്ഡേറ്റ് അല്ല, മറിച്ച് ബൗദ്ധിക സ്വത്തിനെ കേരളം എങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഒരു അടിമുടി മാറ്റമാണ്. അപ്പോൾ ഈ പുതിയ നയത്തിന് 4 പ്രധാന തൂണുകളാണുള്ളത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമതായി, മിഷൻ IPR പോലെയുള്ള പുതിയ സ്ഥാപനങ്ങൾ വരുന്നു. രണ്ടാമത്, നമ്മുടെ പാരമ്പര്യ അറിവുകൾക്ക് ഒരു പ്രത്യേക സംരക്ഷണ കവചമൊരുക്കുന്നു. മൂന്നാമത്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. സ്കൂൾ തലം മുതൽക്കേ കുട്ടികൾക്ക് ബൗദ്ധിക സ്വത്തിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്നു. നാലാമതായി, പുതിയ കണ്ടുപിടുത്തങ്ങളെ വെറും ഐഡിയയിൽ ഒതുക്കാതെ അതൊരു ബിസിനസ്സാക്കി മാറ്റാൻ വേണ്ട എല്ലാ സപ്പോർട്ടും നൽകും. ശരിക്കും ഒരു കംപ്ലീറ്റ് പാക്കേജാണെന്ന് പറയാം. ഈ നയത്തിൽ ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു വാക്കാണ് സ്യൂ ജനറിസ്. എന്താണിത്? ലളിതമായി പറഞ്ഞാൽ അതിൻ്റേതായ ഒന്ന് എന്നർത്ഥം. അതായത് നമ്മുടെ പാരമ്പര്യ അറിവുകൾക്ക് സാധാരണ പേറ്റന്റ് നിയമങ്ങൾ പാകമാകില്ല. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം തയ്ച്ചെടുത്തൊരു നിയമ സംവിധാനം. അതുപോലെയാണ് ഈ സ്യൂ ജനറിസ് ഫ്രെയിംവർക്ക്. ഇനി ഈ കരട് നയത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വെറും ഒരു സാധാരണ നയമല്ല, വളരെ ധീരവും ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതുമായ ഒരു പദ്ധതിയാണ്. ഈ നയത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ സമഗ്രമായ സ്വഭാവമാണ്. ഇത് പുതിയ കണ്ടുപിടുത്തങ്ങളെയും നമ്മുടെ പാരമ്പര്യ അറിവുകളെയും രണ്ടായിട്ടല്ല കാണുന്നത്. രണ്ടിനെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒരുമിച്ച് വളർത്താനാണ് ശ്രമിക്കുന്നത്. ഇതിന്റെ പ്രധാന ശക്തികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, 1. ബൗദ്ധിക സ്വത്തും പാരമ്പര്യ അറിവുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. 2. ഇതിനൊക്കെ മേൽനോട്ടം വഹിക്കാൻ IPR സെല്ലുകൾ പോലെയുള്ള കൃത്യമായ സംവിധാനങ്ങൾ വരുന്നു. 3. അറിവുകൾ നൽകുന്ന സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. പിന്നെ സ്കൂളിലെ IP വിദ്യാഭ്യാസം, കണ്ടുപിടുത്തങ്ങളെ വരുമാനമാക്കി മാറ്റാനുള്ള ഫോക്കസ്, ഇതെല്ലാം ഇതിന്റെ വലിയ പോസിറ്റീവുകളാണ്. പക്ഷേ ഏതൊരു വലിയ പദ്ധതിക്കും അതിൻ്റേതായ വെല്ലുവിളികളും ഉണ്ടാകുമല്ലോ. ഈ നയത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ ഗംഭീരമാണ്, എന്നാലും ചില വലിയ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. അതെ, ഇതാണ് ഏറ്റവും നിർണായകമായ ചോദ്യം. കടലാസിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഈ ആശയങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കുമോ? അതിന്റെ വഴിയെന്താണ്? തടസ്സങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ലക്ഷ്യങ്ങൾ കൊള്ളാം, പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? നോക്കൂ, IPR അക്കാഡമി പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാൻ പണം വേണ്ടേ? അതിന് നല്ല കഴിവുള്ള ആളുകളെ വേണ്ടേ? അതൊരു വലിയ ചോദ്യമാണ്. പിന്നെ അതിലും വലിയൊരു കാര്യമുണ്ട്. ഒരു സമൂഹത്തിന്റെ അറിവ് നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ അവരുടെ സമ്മതം എങ്ങനെ ഉറപ്പാക്കും? ആരാണ് അനുവാദം കൊടുക്കേണ്ടത്? ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. പോരാത്തതിന് നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും ഒരു കച്ചവടച്ചരക്കാക്കി മാറ്റുകയാണോ എന്നൊരു പേടി സ്വാഭാവികമായും ഉയർന്നുവരാം, അല്ലേ? ശരി, അപ്പോൾ ഈ നയം വന്നാൽ കേരളത്തിലെ സാധാരണക്കാരായ നമ്മളെ, അതായത് കണ്ടുപിടുത്തക്കാരെയും വിദ്യാർത്ഥികളെയും പാരമ്പര്യ അറിവുകളുള്ള സമൂഹങ്ങളെയുമൊക്കെ എങ്ങനെയായിരിക്കും ബാധിക്കുക? നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പുതിയ ഐഡിയകളുമായി വരുന്നവരെയും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന ചെറുപ്പക്കാരെയും കുറിച്ച് സംസാരിക്കാം. അവർക്ക് ഇതെങ്ങനെ ഗുണകരമാകും? നിങ്ങളൊരു ഗവേഷകനോ സംരംഭകനോ ആണെങ്കിലേ നിങ്ങൾക്ക് പേറ്റന്റ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കും സർക്കാരിൽ നിന്ന് വലിയ പിന്തുണ കിട്ടും. അത് നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിലോ കമ്പനിയിലോ ആണ് ഒരു കണ്ടുപിടുത്തം നടത്തുന്നതെങ്കിൽ അതിന്റെ അവകാശം മിക്കവാറും ആ സ്ഥാപനത്തിനായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിയമങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ഈ നയത്തിന്റെ ഹൃദയഭാഗത്തേക്ക് വരാം. അതായത് നമ്മുടെ പാരമ്പര്യ അറിവുകൾ തലമുറകളായി സൂക്ഷിക്കുന്ന സമൂഹങ്ങൾ. അവരെ ഇതെങ്ങനെ ബാധിക്കും? ഇവർക്ക്
ഇത് ഒരേ സമയം വലിയൊരു അവസരവും അതേസമയം ഒരു ഭീഷണിയുമാണ്. അവസരം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ ഒരു നിയമം വരുന്നു. ആരെങ്കിലും അതുപയോഗിച്ചൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി പണമുണ്ടാക്കിയാൽ അതിന്റെ ലാഭവിഹിതം ആ സമൂഹത്തിനും കിട്ടും. പക്ഷേ ശരിയായ രീതിയിൽ സമ്മതം വാങ്ങാതെ ഇവരുടെ അറിവുകൾ ചൂഷണം ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയും ഇതിലുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇനി അടുത്ത തലമുറയെക്കുറിച്ച് സംസാരിക്കാം. സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ നയം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇത് വളരെ നല്ലൊരു നീക്കമാണ്. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ബൗദ്ധിക സ്വത്ത്, പേറ്റന്റ്, കോപ്പിറൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പഠിപ്പിക്കും. അതവരെ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സ്വന്തമായി എന്തെങ്കിലും സൃഷ്ടിക്കാനും പ്രേരിപ്പിക്കും. അങ്ങനെ ഐപിയെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. ഈ നയം വെറുമൊരു സർക്കാർ രേഖയായി ഫയലിൽ ഒതുങ്ങുമോ, അതോ കേരളത്തിൽ യഥാർത്ഥത്തിലൊരു മാറ്റത്തിന് ഇത് തുടക്കം കുറിക്കുമോ? ശരിക്കും ഇതാണ് കാതലായ കാര്യം. ഒരു നയമുണ്ടാക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് കൃത്യമായി അതിന്റെ എല്ലാ അർത്ഥത്തിലും നടപ്പിലാക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം വരുന്നത്. വെല്ലുവിളി അവിടെയാണ്. ഈ നയം ഒരു വിജയമാകണമെങ്കിൽ ചില കാര്യങ്ങൾ ഉറപ്പാക്കണം. 1. ഇതിനാവശ്യമായ ഫണ്ട് നൽകണം. 2. പാരമ്പര്യ അറിവുകൾ എടുക്കുമ്പോൾ ആ സമൂഹങ്ങളെ പൂർണ്ണമായി പങ്കാളികളാക്കണം. പിന്നെ പണമുണ്ടാക്കാനുള്ള താൽപ്പര്യവും സമൂഹത്തിന്റെ പൊതുവായ താൽപ്പര്യവും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തണം. അപ്പോ കുടമലി, ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. കേരളത്തിന്റെ ഈ പുതിയ കാൽവെപ്പ് ഇത് ശരിയായി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും ഒരു വഴികാട്ടിയായി മാറാൻ സാധ്യതയുണ്ട്. അതോ നല്ല ഉദ്ദേശങ്ങൾ മാത്രമുള്ള പക്ഷെ നടപ്പിലാക്കാൻ കഴിയാത്ത മറ്റൊരു രേഖയായി ഇത് മാറുമോ? ഇതിന്റെ ഭാവി എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ചിന്തിക്കുക.